ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് പിയൂൺ അറ്റൻഡർ ഈ ഭാഗത്തിലെ ക്ലാസ്സുകളാണ്. നമ്മൾ നോക്കുന്നത് ജനറൽ നോളജിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഒരു ഉത്തരവും പലവിധ ചോദ്യങ്ങളും വരുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആണ്. എൻ്റെ പേര് നിതീഷ് സി വി. അൺഅക്കാദമിയിലും ഇപ്പോൾ ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ട്. നിതീഷ് സി വി എന്ന് സെർച്ച് ചെയ്ത് ഫോളോ ചെയ്യുക. താങ്ക് യു. നമ്മൾ ആദ്യം നോക്കുന്നത് അലുമിനിയത്തെക്കുറിച്ചാണ്. ഏതു ലോഹത്തിൻ്റെ അയിരാണ് ബോക്സൈറ്റ്? അലുമിനിയത്തിൻ്റെ അയിരാണ് ബോക്സൈറ്റ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം അലുമിനിയമാണ്. ഏതു ലോഹത്തിൻ്റെ ഓക്സൈഡാണ് കോറണ്ടം അലുമിനിയത്തിൻ്റെ ഓക്സൈഡാണ്. സിലുമിൻ എന്ന ലോഹസങ്കരത്തിൽ സിലിക്കണൊപ്പം ചേർക്കുന്ന ചേർക്കുന്നത് അലുമിനിയമാണ്. ഇരുമ്പ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ലോഹം അലുമിനിയമാണ്. അപ്പോൾ അലുമിനിയത്തിൻ്റെ അയിരാണ് ബോക്സൈറ്റ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം അലുമിനിയമാണ്. അലുമിനിയത്തിൻ്റെ ഓക്സൈഡാണ് കോറണ്ടം. സിലുമിൻ എന്ന ലോഹസങ്കരത്തിൽ സിലിക്കണൊപ്പം ചേർക്കുന്ന ലോഹമാണ് അലുമിനിയം. ഇരുമ്പ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ലോഹവും അലുമിനിയമാണ്. അലുമിനിയത്തെക്കുറിച്ച് കുറച്ചും കൂടി പോയിന്റുകളുണ്ട്. ചോക്ലേറ്റ്, സിഗരറ്റ് തുടങ്ങിയവയുടെ പാക്കിങ്ങിന് ഉപയോഗിക്കുന്ന ലോഹവും അലുമിനിയമാണ്. അലുമിനിയം ഫോയിൽ ഉപയോഗിച്ചിട്ടാണ് ഇതെല്ലാം പാക്ക് ചെയ്യുന്നത്. ഡ്യൂറാലുമിൻ എന്ന ലോഹസങ്കരത്തിലെ പ്രധാന ഘടകം അലുമിനിയമാണ്. KSEB വൈദ്യുത പ്രസരണത്തിന് മുഖ്യമായും ഉപയോഗിക്കുന്നത് അലുമിനിയമാണ്. ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള അയിര് അലുമിനിയത്തിൻ്റേതാണ്. അലുമിനിയത്തിൻ്റെ അണുസംഖ്യ 13 ആറ്റോമിക് നമ്പർ. അലുമിനിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ 13. ചോക്ലേറ്റ്, സിഗരറ്റ് തുടങ്ങിയവയുടെ പാക്കിങ്ങിന് ഉപയോഗിക്കുന്ന ലോഹം അലുമിനിയമാണ്. ഡ്യൂറാലുമിൻ എന്ന ലോഹസങ്കരത്തിലെ പ്രധാന ഘടകവും അലുമിനിയമാണ്. KSEB വൈദ്യുത പ്രസരണത്തിന് മുഖ്യമായി ഉപയോഗിക്കുന്നത് അലുമിനിയമാണ്. ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള അയിര് അലുമിനിയത്തിൻ്റേതാണ്. അലുമിനിയത്തിൻ്റെ അണുസംഖ്യ അഥവാ ആറ്റോമിക് നമ്പർ 13. അടുത്തത് അടിമവംശം. കുത്തബ്ദീൻ ഐബക്ക് സ്ഥാപിച്ച വംശമാണ് അടിമവംശം. അടിമവംശത്തിൻ്റെ സ്ഥാപകൻ കുത്തബ്ദീൻ ഐബക്കാണ്. ബാൽബൻ്റെ വംശവും അടിമവംശമാണ്. അടിമവംശത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭരണാധികാരിയായിരുന്നു ബാൽബൻ. അവസാനത്തെ ഭരണാധികാരി കൈഗുബാദാണ്. അടിമവംശത്തിലെ അവസാനത്തെ ഭരണാധികാരി കൈഗുബാദാണ്. ഡൽഹി സുൽത്താനേറ്റിലെ 5 വംശങ്ങളിൽ ആദ്യത്തേത്. ഡൽഹി ഭരിച്ചിരുന്ന സുൽത്താനേറ്റുകളിൽ ആദ്യത്തെ വംശമാണ് അടിമവംശം. ഇന്ത്യ ഭരിച്ച ആദ്യത്തെ ടർക്കിഷ് രാജവംശവും അടിമവംശമാണ്. അപ്പോൾ കുത്തബ്ദീൻ ഐബക്ക് സ്ഥാപിച്ച വംശമാണ് അടിമവംശം. ബാൽബൻ്റെ വംശമാണ്. അവസാനത്തെ ഭരണാധികാരി കൈഗുബാദാണ്. ഡൽഹി സുൽത്താനേറ്റിലെ 5 വംശങ്ങളിൽ ആദ്യത്തേതും അടിമവംശമാണ്. ഇന്ത്യ ഭരിച്ച ആദ്യത്തെ ടർക്കിഷ് രാജവംശമാണ് അടിമവംശം. പിന്നെ അടിമവംശത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇൽബാരി വംശം എന്നും അടിമവംശം അറിയപ്പെടുന്നു. ഇന്ത്യ ചരിത്രത്തിലെ ആദ്യത്തെ മുസ്ലിം രാജവംശമാണ് അടിമവംശം. മേംലൂക്ക് സുൽത്താൻമാർ എന്നും അറിയപ്പെട്ടിരുന്നു. അടിമവംശത്തിലെ രാജാക്കന്മാർ മേംലൂക്ക് സുൽത്താൻമാർ എന്നും അറിയപ്പെട്ടിരുന്നു. കുത്തബ് മിനാർ പണി കഴിപ്പിച്ച വംശമാണ് അടിമവംശമാണ്. ഗുലാം ഡൈനാസ്റ്റി എന്നും അറിയപ്പെട്ടിരുന്നു. അപ്പോൾ ഇൽബാരി വംശം എന്നും ഗുലാം ഡൈനാസ്റ്റി എന്നും അടിമവംശം അറിയപ്പെട്ടിരുന്നു. ഓർത്തിരിക്കുക, ഇൽബാരി വംശം എന്നും അടിമവംശം അറിയപ്പെട്ടിരുന്നു. ഇന്ത്യ ചരിത്രത്തിലെ ആദ്യത്തെ മുസ്ലിം രാജവംശമാണ് അടിമവംശം. മേമലൂക്ക് സുൽത്താൻമാർ എന്നും അറിയപ്പെട്ടിരുന്നു. കുത്തബ് മിനാർ പണി കഴിപ്പിച്ച വംശമാണ് അടിമവംശം. ഗുലാം ഡൈനാസ്റ്റി എന്നും അറിയപ്പെട്ടിരുന്നു. അടുത്ത നമ്മൾ നോക്കുന്നത് ചിലന്തിയെക്കുറിച്ചാണ്. ചിലന്തി, 8 കാലി. അരാക്നോളജി ചിലന്തിയെക്കുറിച്ചുള്ള പഠനശാഖയാണ്. അരാക്നോളജി എന്നത് ചിലന്തിയെക്കുറിച്ച് പഠിക്കാനുള്ള പഠനശാഖയാണ്. ബ്ലാക്ക് വിഡോ എന്നത് ചിലന്തിയാണ്.
ബ്ലാക്ക് വിഡോ എന്നത് ചിലന്തിയാണ്. ഇണയെ തിന്നുന്ന ജീവി. ചിലന്തി തൻ്റെ ഇണയെ തിന്നാറുണ്ട്. സ്വന്തമായി വലവിരിച്ച് ഇരയെ പിടിക്കുന്ന ജീവിയാണ് ചിലന്തി. സ്വന്തമായി വലവിരിച്ച് ഇരയെ പിടിക്കുന്ന ജീവിയാണ് ചിലന്തി. ചിലന്തിയുടെ ശ്വസനാവയം ബുക്ക് ലങ്സ് എന്നറിയപ്പെടുന്നു. ചിലന്തിയുടെ ശ്വസനാവയം ബുക്ക് ലങ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ ഈ പോയിന്റുകളെല്ലാം ഓർത്തിരിക്കുക. അരാക്നോളജി എന്നത് ചിലന്തിയെക്കുറിച്ചുള്ള പഠനശാഖയാണ്. ബ്ലാക്ക് വിഡോ എന്നത് ചിലന്തിയാണ്. ഇണയെ തിന്നുന്ന ജീവിയും ചിലന്തിയാണ്. സ്വന്തമായി വല വിരിച്ച് ഇരയെ പിടിക്കുന്ന ജീവി ചിലന്തിയാണ്. ശ്വസനാവയം ബുക്ക് ലങ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ചിലന്തിയുടെ ശ്വസനാവയം ബുക്ക് ലങ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഇനി നമ്മൾ നോക്കുന്ന അടൂർ ഗോപാലകൃഷ്ണനെ കുറിച്ചാണ്. അടൂർ ഗോപാലകൃഷ്ണൻ സ്വയംവരം എന്ന ചിത്രത്തിലൂടെ 1972 സംവിധായകനായി. അടൂർ ഗോപാലകൃഷ്ണൻ സ്വയംവരം എന്ന ചിത്രത്തിലൂടെ 1972 സംവിധായകനായി. ഏറ്റവും കൂടുതൽ പ്രാവശ്യം ദേശീയ അംഗീകാരം നേടിയ മലയാള സിനിമാ സംവിധായകൻ. ഏറ്റവും കൂടുതൽ പ്രാവശ്യം ദേശീയ അംഗീകാരം നേടിയ മലയാള സിനിമാ സംവിധായകനാണ് അടൂർ ഗോപാലകൃഷ്ണൻ. ദാദാസാഹിബ് ഫാൽക്കെ അവാർഡിന് അർഹനായ ആദ്യത്തെ മലയാളിയും അടൂർ ഗോപാലകൃഷ്ണനാണ്. എലിപ്പത്തായം എന്ന സിനിമയുടെ സംവിധായകൻ. എലിപ്പത്തായം സംവിധാനം ചെയ്തത് അടൂർ ഗോപാലകൃഷ്ണനാണ്. ബ്രിട്ടീഷ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് അവാർഡ് നേടിയ മലയാള സംവിധായകൻ. ബ്രിട്ടീഷ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അവാർഡ് നേടിയ മലയാള സംവിധായകനാണ് അടൂർ ഗോപാലകൃഷ്ണൻ. മതിലുകൾ എന്ന സിനിമ സംവിധാനം ചെയ്തതും അടൂർ ഗോപാലകൃഷ്ണനാണ്. മതിലുകൾ. ഇപ്പോൾ പോയിന്റുകളെല്ലാം ഓർത്തിരിക്കുക. സ്വയംവരം എന്ന ചിത്രത്തിലൂടെ 1972 സംവിധായകനായി. ഏറ്റവും കൂടുതൽ പ്രാവശ്യം ദേശീയ അംഗീകാരം നേടിയ മലയാള സിനിമാ സംവിധായകനാണ്. ദാദാസാഹിബ് ഫാൽക്കെ അവാർഡിന് അർഹനായ ആദ്യത്തെ മലയാളിയും അടൂർ ഗോപാലകൃഷ്ണനാണ്. എലിപ്പത്തായം എന്ന സിനിമയുടെ സംവിധായകൻ. ബ്രിട്ടീഷ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് അവാർഡ് നേടിയ മലയാള സംവിധായകൻ. മതിലുകൾ എന്ന സിനിമ സംവിധാനം ചെയ്തതും അടൂർ ഗോപാലകൃഷ്ണനാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. Subscribe for more videos. To get instant notification for new videos, click on the bell icon.